പ്രവീൺ പുരുഷോത്തമൻ, രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണോ മനസ്സിലാക്കുന്നത്? സുജയ, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഒരാളുടെ ശരീരം കണ്ടെത്തിയിട്ടുണ്ട്. ആ ശരീരം ഇപ്പോൾ ആ സ്ട്രക്ചർ അങ്ങോട്ടേക്ക് എത്തിച്ച് മാറ്റുകയാണ്. ഹിറ്റാച്ചി എത്തിച്ച് അവിടെ കല്ലുകൾ പൂർണ്ണമായി മാറ്റി ആ ശരീരഭാഗത്തിന് മുകളിൽ കിടന്ന വലിയ പാറക്കല്ല് മാറ്റി അപ്പോഴാണ് അതിനടിയിൽ ഒരു മൃതശരീരം ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ആ മൃതശരീരം ഇപ്പോൾ സ്ട്രക്ചറിലേക്ക് മാറ്റി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മൃതശരീരം മാറ്റും. ഏതായാലും ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാദൗത്യം ഇനിയിപ്പോൾ ഒരാൾ കൂടി ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ുള്ള ഒരു രക്ഷാദൗത്യം കൂടി ഇനിയിപ്പോൾ തുടരേണ്ടതുണ്ട്. ഏതായാലും ഒരാളുടെ മരണം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാം. ഒരു തൊഴിലാളിയുടെ മൃതശരീരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പാറക്കല്ലുകൾക്കടിയിൽ നിന്നാണ് ആ മൃതദേഹം കിട്ടിയത്. ഇപ്പോൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടെ ഉണ്ട്. 2 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അത് 3 മണിക്കൂറിലധികം സമയമായി രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുകയായിരുന്നു. പക്ഷേ ഈ അടിയിൽപ്പെട്ട് കിടക്കുന്ന കല്ലിനടിയിൽപ്പെട്ട് കിടക്കുന്ന ആ തൊഴിലാളികളുടെ അടുത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് പാറക്കല്ലുകളെല്ലാം പൂർണ്ണമായും മാറ്റി ശരീരം കിടന്നിരുന്ന ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കല്ലുകൾക്കിടയിൽ നിന്നും മൃതശരീരം കണ്ടുകിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം കൂടി, ഒരു രക്ഷാപ്രവർത്തനം കൂടി ഇനിയിപ്പോൾ തുടരുകയാണ്. NDRF സംഘമൊക്കെ ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തും. ഏതായാലും ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 3 മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു 6:15 സമയത്ത് 6:15 സമയത്ത് മാത്രമാണ് ഒരാളിലേക്ക്, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ പരിസരത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞത്. ഇപ്പോൾ ഏതായാലും മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നു. മൃതദേഹം ആ ഒരു വലിയ പാറക്കല്ലിനടിയിൽ നിന്നും മാറ്റി ഇപ്പോൾ സ്ട്രക്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉണ്ട്. നേരത്തെ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നതിന് വലിയ പാറക്കല്ലൊക്കെ ഹിറ്റാച്ചി ഉപയോഗിച്ച് അത് മുറിച്ചു മാറ്റിയാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ അപകടം നടന്ന് കുറച്ചു സമയത്തിനകം രക്ഷാപ്രവർത്തകർക്ക്, ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് വലിയ ദുഷ്കരമായിരുന്നു. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയും വൈകിയത്. ഏതായാലും ഇപ്പോൾ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നു. മൃതദേഹം ഇനിയിപ്പോൾ മാറ്റുകയാണ്. അതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരാൾ കൂടിയുണ്ട്, ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ്. ഇപ്പോൾ കണ്ടെത്തിയത് ആരെയാണ്? സുജയെ, കണ്ടെത്തിയിരിക്കുന്നത് നമുക്കതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. ആരുടെ മൃതദേഹമാണെന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും 2 തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടത്. 2 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത്. അതിൽ ഒരാളുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഹിറ്റാച്ചി കിടന്ന, അല്ലെങ്കിൽ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കല്ലുകൾ വീണ സ്ഥലത്ത് നിന്നും അതിന്റെ താഴത്തെ പാളിയിലേക്കാണ് ഇപ്പോൾ മൃതശരീരം കിട്ടിയിരിക്കുന്നത്. അതിന്റെ താഴത്തെ പാളിയിൽ നിന്നാണ് കിട്ടിയത്. ഇപ്പോഴും ആ വലിയ കല്ലുകൾ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. ഇനി ഒരാൾ കൂടി അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കൂടി ഇനി ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ പാറക്കല്ലുകൾ മാറ്റുന്ന ഒരു ജോലി കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. വലിയ പാറക്കല്ലുകളൊക്കെ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. ഒരാൾ കൂടി അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ആ ഒരു രക്ഷാദൗത്യം കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ലഭിച്ച മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. സുജയ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഇനി അടുത്ത് തന്നെ, അതായത് ഹിറ്റാച്ചിയിൽ ഉണ്ടായിരുന്നു 2 പേരും, ഓപ്പറേറ്ററും ഹെൽപ്പറും ഹിറ്റാച്ചിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ കണ്ടെത്തിയ ആളെ ഹിറ്റാച്ചിയിൽ നിന്നാണോ അതോ സമീപത്ത് നിന്നാണോ, എവിടെ നിന്നാണ് കണ്ടെടുത്തത്? സുജയ, ഇപ്പോൾ ഇതിന്റെ ഹിറ്റാച്ചിയുടെ ഹെൽപ്പർ ആയിട്ടുള്ള ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ഇതിന്റെ മുകളിൽ, അതായത് ഹിറ്റാച്ചിയുടെ സമീപത്ത് തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിന്റെ താഴത്തെ ലെയറിലേക്കാണ് ഈ ഹെൽപ്പർ ആയിട്ടുള്ള ആൾ തെറിച്ചു വീണത്. ആ താഴത്തെ ലെയറിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. അതിനർത്ഥം ഹെൽപ്പറുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹിറ്റാച്ചി ഓപ്പറേറ്ററുടെ കാര്യത്തിലാണ് ഇനിയിപ്പോൾ ഒരു ആശങ്കയുള്ളത്. പ്രവീണ, ഹിറ്റാച്ചി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലല്ലേ ഈ മുകളിൽ നിന്ന് വലിയ പാറക്കഷണം അടർന്ന് അതിന് മുകളിലേക്ക് വീണത്? ആ ആഘാതത്തിൽ ഹെൽപ്പർ താഴത്തെ തട്ടിലേക്ക് വീണതാകും. അപ്പോൾ അതിന് മുകളിലത്തെ തട്ടിൽ ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ, NDRF വന്നാലല്ലാതെ? സുജയ, ഈ രക്ഷാപ്രവർത്തകർ ആദ്യം എത്തിയപ്പോൾ സുജയ പറഞ്ഞതുപോലെ തന്നെ ആ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് എങ്ങനെ ഇറങ്ങാം എന്നാണ് അവർ ആദ്യം ആലോചിച്ചത്. പക്ഷേ അവർ കയർ കെട്ടി ഇറങ്ങാനുള്ള ഒരു ആദ്യ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് അപകടകരമാണെന്ന് അവർക്ക് മിനിറ്റുകൾക്ക് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾക്ക് മനസ്സിലായി. കാരണം ഏത് നിമിഷവും ഇനി പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കല്ലുകൾ വീണ് കിടക്കുന്ന, ഹിറ്റാച്ചിയുടെ മുകളിലേക്കാണ് കല്ലുകൾ വീണത്, അതിന്റെ സമീപത്ത് തന്നെ ഈ 2 പേർ ഉണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ കരുതിയത്. പക്ഷേ പിന്നീട് വീണ്ടും ഈ പരിസര
പരിസരമൊക്കെ വീക്ഷിച്ചപ്പോഴാണ് താഴെ കല്ലുകൾക്കിടയിൽ 2 കാലുകൾ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഒരാൾ ഇതിന്റെ താഴേക്ക് തെറിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലായത്. അപ്പോഴും ഈ ഹിറ്റാച്ചിയുടെ സമീപത്ത് തന്നെ, അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ സമീപത്ത് തന്നെ ഒരാൾ കിടക്കുന്നു എന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഹിറ്റാച്ചിയുടെ ഹെൽപ്പർ ആയിരിക്കാം തെറിച്ചു പോയത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ താഴത്തെ ഭാഗത്ത് നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഹിറ്റാച്ചി ഡ്രൈവർ ഓടിച്ചിരുന്ന, ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആൾ ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ കല്ല് വീണ കൂട്ടത്തിൽ ആ ലെയറിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഇപ്പോൾ ആർക്കും ഇറങ്ങാൻ കഴിയുന്നില്ല. അത് ഇനി സുജയ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിദഗ്ധരായിട്ടുള്ള രക്ഷാ ദൗത്യസേന വരേണ്ടതുണ്ട്. ഫയർഫോഴ്സിനെ കൊണ്ട് മാത്രം അത് ആ ഒരു ദൗത്യം നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഹിറ്റാച്ചി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഇറങ്ങുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം അവിടേക്ക് ഇപ്പോൾ നാം താഴത്തെ ലെയറിലാണെങ്കിൽ ഒരു ഹിറ്റാച്ചി എത്തിച്ച് പാറകളൊക്കെ പൊട്ടിച്ചിരുന്നു. പക്ഷെ മുകളിലത്തെ ഭാഗത്തേക്ക് ഒരു ഉപകരണം പോലും എത്തിക്കാൻ കഴിയില്ല. കാരണം ഈ മുകളിലത്തെ വഴിയുടെ 2 ഭാഗങ്ങളും പാറ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അങ്ങോട്ടേക്ക് നടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഉപകരണങ്ങൾ ഒട്ടുമേ തന്നെ എത്തിക്കാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് റോപ്പ് വഴി മാത്രം വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. പാറകൾ ഇനി തൽക്കാലത്തേക്ക് അത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അസാധ്യമാണെന്ന് തോന്നുന്നു. കാരണം അത്ര വലിയൊരു പാറയാണ്. ഇപ്പോൾ നാം ഈ താഴത്തെ ലെയറിൽ കണ്ട പാറയുടെ ഏകദേശം 4 ഇരട്ടിയോളം വലിപ്പമുള്ള ആ പാറയാണ് മുകളിലത്തെ ലെയറിൽ കിടക്കുന്നത്. ആ പാറ നീക്കി രക്ഷാപ്രവർത്തനം എന്നുള്ളത് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വലിയൊരു പാറയാണ്. അവിടേക്ക് മറ്റൊരു ഹിറ്റാച്ചി എത്തിച്ച് ഇപ്പോൾ നാം കണ്ടതുപോലുള്ള ഒരു രക്ഷാദൗത്യം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ കിടക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ എത്താൻ കഴിയൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മുൻ നിമിഷങ്ങളിൽ നടന്ന ആ ഒരു രക്ഷാദൗത്യത്തിന്റെ രീതി, ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഹിറ്റാച്ചിയിലെ ഹെൽപ്പറായ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമൻ.